അന്നെന്ന് പറഞ്ഞാൽ ഒരാൾ കാറിൽ ഇറങ്ങി വന്ന് നിന്നാൽ അത് എന്നെ കൊല്ലാൻ വരുന്നു. സോഫീനിയ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ പോയി. റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങില്ല. കുഞ്ഞിനെ 6 മാസം എങ്ങനെ നോക്കിയെന്ന് എനിക്കിപ്പോഴും ചോദിച്ചാലും എനിക്കറിയില്ല. അന്ന് നടന്ന ഡേ ടു ഡേ ഒരു കാര്യം ചോദിച്ചാലും എൻ്റെ മനസ്സിൽ ഇന്നും ഇല്ല, എനിക്കറിയില്ല. അവിടെ നിന്നാണ് സരിത തിരിച്ചു വരുന്നത്. അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ സ്വഭാവ ഹത്യ കഥ അത് ആവർത്തിക്കാൻ പറയുകയല്ല. അതിന്റെ മർമ്മം എന്തായിരുന്നു? ബിജു രാധാകൃഷ്ണന്റെ ബന്ധമുണ്ട് എന്നായിരുന്നു? എന്തായാലും അല്ല, ഒരു പോലീസ് ഓഫീസറുമായിട്ട് ട്രിവാൻഡ്രത്തെ ഒരു പോലീസ് സ്റ്റേഷനിലെ എസ്ഐയുമായിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്ന കഥ ഉൾപ്പെടുന്ന കഥയാണ്. അത് കഴിഞ്ഞ് പിന്നെ ബിജു രാധാകൃഷ്ണനും അത് കഴിഞ്ഞ് ബിജുമായിട്ട് അതുമായിട്ട് അവിടേക്ക് വരാം. അത് കഴിഞ്ഞ് ബിജുവുമായിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ബിജുവും പിന്നെ ഇങ്ങനെ ലാൽകുമാർ എന്നൊക്കെ പറയുന്നവരുടെ നമ്മുടെ സ്റ്റാഫുമായിട്ട് ലിങ്ക് ഉണ്ടായിരുന്ന 1-2 പേര് പ്രേമൊക്കെ പറഞ്ഞറിഞ്ഞു. ഇവർ തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പോയി. ഇയാൾ ഇവിടുത്തെ കമ്പനി സ്റ്റോപ്പ് ചെയ്തു. അയാൾ തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പോയി. കൊട്ടാരക്കരയ്ക്കോ എന്തോ പോയെന്ന് പറഞ്ഞു. പിന്നെ ഒരു 4-5 മാസം ഒരു നോളജും ഇല്ല. അങ്ങനെ ഇരിക്കും മാതൃഭൂമിയിലൊരു ന്യൂസ് വരുന്നു. എങ്ങനെ ഇയാളുടെ വൈഫ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നും പറഞ്ഞിട്ട് ന്യൂസ് വന്നപ്പോൾ ഞാൻ ഇവരെ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോൾ എന്നെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് ഫോൺ വിളിക്കുന്നുണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അവർ ആത്മഹത്യ ചെയ്യില്ല. കാര്യം ഇയാൾ നമ്മുടെ വീടിന് കല്ലെറിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്താണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് ഇയാളെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ സൂയിസൈഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചാപ്റ്റർ വിട്ടു. പിന്നെയും ബിജു രാധാകൃഷ്ണനെ പറ്റിയാണ്. ഞാൻ HDFC ബാങ്കിൽ HSBC ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ വർക്ക് ചെയ്യും. അപ്പം ഞാൻ രാവിലെ പോകും, വൈകുന്നേരം തിരിച്ചു വരും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഹരിദാസ് സ്റ്റാൾ, അന്ന് ഈശ്വരവിലാസം റോഡിലാണ്. ഹരിദാസ് സ്റ്റോളിൽ നിന്ന് ഞാൻ അന്നത്തേക്കുള്ള പച്ചക്കറി മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഈ പച്ചക്കറി കട നടത്തുന്ന ചേട്ടൻ പെട്ടെന്ന് കുഞ്ഞു വീട്ടിലൂടെ അവിടെ മൊത്തം ഗുണ്ടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഗുണ്ടുകാട് സാബുവൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞ സാധനം വാങ്ങിക്കാതെ തിരിച്ച് വീട്ടിൽ ചെന്നപ്പം ഒരു വീടിൻ്റെ മേളത്തെ നിലയിലാണ് അന്ന് റെൻറ്റിന് താമസിക്കുന്നത്. അമ്മയും അമ്മൂമ്മയും കുഞ്ഞും കൂടെ ഒരു സെറ്റിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. മോനാണ്, കൊച്ചുമോൻ. ഇവരും ഗുണ്ടുകാട് സാബു അല്ല, ഷിനോജ് എന്ന് പറയുന്ന ഒരു ആൾ, ഒരു കോളീസ് നിറച്ച ആൾക്കാരും ഒക്കെ കൂടെ ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് ബിജു രാധാകൃഷ്ണന്. പരാതി 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അതിപ്പോൾ പിരിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എവിടെ നിന്ന് 5 ലക്ഷം രൂപ? ഞാൻ 20,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു. പക്ഷെ അപ്പോൾ എനിക്ക് 34,000 രൂപ സാലറി ഇങ്ങോട്ട് തരണ്ട. അത് കട്ട് ചെയ്താലും എനിക്ക് 14,000 രൂപ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് ഞാൻ ആർഗ്യൂ ചെയ്യുവാണ്. അവസാനം അതൊക്കെ അങ്ങ് വിട്ട് അത് CATUകാർ AITUCക്കാർ അങ്ങനെ അപ്പോഴവിടെ ഉണ്ടായിരുന്നവർ ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചതായിരിക്കും. അവരുടെ അടുത്ത് എനിക്ക് പറയാൻ സോഴ്സ് ഇല്ലല്ലോ. ശരി, നോക്കുമ്പോൾ ശരിയാണ്, അയാളുടെ വൗച്ചർ അയാൾ കാണിക്കുവാണ്. അയാളുടെ വൗച്ചർ അയാൾക്ക് തന്നെ ഉണ്ടായിക്കൂടെ? ക്രെഡിറ്റ്സിന്റെ ഒരു ഇതിൽ നമ്മൾ സാലറി എഴുതുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 4G എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പൈസ എഴുതാതെ നമ്മുടെ ഇന്ന് വൗച്ചർ ഒപ്പിട്ട് വാങ്ങിക്കും. ഇപ്പൊ TADA ഒക്കെ എഴുതാൻ അക്കൗണ്ടന്റ് ഒപ്പിട്ട് വാങ്ങിക്കും. അതില് 20,000 എഴുതിയത് വെട്ടിയിട്ടാണ് 5 ലക്ഷം എഴുതിയിട്ട് ആ അക്കം പിന്നെ 5 lakhs ഉള്ളി. ഞാൻ ചോദിക്കുന്ന അതാണ്, ഇങ്ങനെ ചെയ്ത ബിജുവുമായിട്ട് ചേർന്നിട്ട് അതാ ഞാൻ പറയുന്നത്. അപ്പം മീഡിയേഷന് പഞ്ചായത്ത് പോലെ കുറെ പേര് അവിടെ ചുറ്റുവട്ടത്തുണ്ടായത്. ഇയാൾ പ്ലാൻ ചെയ്തവരാണ് ഒന്നും എനിക്കറിയില്ല. യൂണിയൻ പ്രവർത്തകരെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ഇവിടെ ആൾത്തിരക്ക് കണ്ടുകൊണ്ട് കയറിയതാണെന്നുള്ള വ്യാജേനയാണ് അവർ വന്നത്. പക്ഷെ വന്നതൊക്കെ കുന്നൂഴി അവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ അറേഞ്ച്ഡ് ആയിരിക്കും. ആ ലോക്കലിലുള്ള 1-2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വന്നിരുന്ന് സംസാരിച്ചു. അമ്മയടുത്താണ് സംസാരിക്കുന്നത് മൊത്തം. എന്നെ സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഈ പൈസ കൊടുക്കാതെ അനങ്ങില്ല. അങ്ങനെ അമ്മയടുത്ത് പറഞ്ഞ് അമ്മ ഒരു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു ടെൻഡൻസി ആയി. കൈയും കാലും വിറയിലാണ്. ഈ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയ്ക്ക് വിറച്ച് ഇരിക്കാൻ വയ്യ. അത് ബാത്റൂമിൽ പോകുന്നു, വന്നിരിക്കുന്നു, ബാത്റൂമിൽ അന്നത്തെ സ്ഥിതി ഒന്നും ഇന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവരെ കൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ഇയാളൊരു കണ്ടീഷൻ വെക്കുകയാണ്. ഈ 5 ലക്ഷം രൂപ സാലറിന്ന് പിടിച്ചോളാം, ഇയാളുടെ കമ്പനിയിൽ ജോലി ചെയ്താൽ മതി. അപ്പൊ എനിക്ക് തരാൻ സോഴ്സ് ഇല്ല എന്നാണ് എന്റെ അമ്മ പറയുന്നത്. തരാൻ സോഴ്സ് ഇല്ല. വേറെ സ്ഥലത്ത് പോയിരിക്കും. HSBCയിൽ സെയിൽസ് ക്രെഡിറ്റ് കാർഡ്സിന്റെ സെയിൽസ് മാനേജറാണ്. അപ്പൊ അത് 5,000-6,000 രൂപയല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അവിടെ 9,000-ന് മേളിൽ സാലറിയും പിന്നെ കമ്മീഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സെഗ്മെന്റ് ആണല്ലോ. അത് വിട്ടിട്ട് ഇതിൽ ചെല്ലിയതിന് 20,000 രൂപ വെച്ച് തരാം, അപ്പൊ പെട്ടെന്ന് അടഞ്ഞു തീരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇയാളുടെ കൂടെ കോയമ്പത്തൂർ കമ്പനി പോകുന്നു. കോയമ്പത്തൂർ കമ്പനി ചെന്ന് ഇയാൾ എന്താ ചെയ്തെന്നറിയോ? ഇയാൾ ഭയങ്കര പ്ലാൻഡ് ആണ്. ആ സമയത്ത് ഇയാളെ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോമാണ് തുടങ്ങിയത്. അയാൾക്ക് ഇൻകം ടാക്സിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് ഇൻകം ടാക്സിൻ്റെ പ്രശ്നം മാത്രമല്ല അയാൾ പറഞ്ഞത്, അയാൾ ADBയുടെ കൺസൾട്ടൻ്റ് ആവാൻ പോവുകയാണ്. എങ്ങനെ? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കൺസൾട്ടൻ്റ് ആവാൻ പോവുകയാണ്.
അപ്പോൾ ഇയാളെ ആ സമയത്തെല്ലാം ഈ ഡൽഹിയിലുള്ള ഒരു ഫിറോസ് വിളിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നാണ് ഫിറോസ് വിളിക്കുന്നത്. കേരള ഹൗസിൽ എന്തോ ജോലിയുള്ള ഒരു ഫിറോസ് എപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ വിളിക്കുക, ഇവർ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇയാൾ ഡൽഹിക്ക് പോവും. അപ്പോൾ ഇങ്ങനെ ഫിറോസിനെ അറിയാം. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കൂടെ ചേർന്ന് എന്തൊക്കെയോ തുടങ്ങാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇൻകം ടാക്സ് പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞാണ് എൻ്റെ ഇത് വെച്ചിട്ട് തമിഴ്നാട്ടിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോം. പക്ഷേ ബാങ്ക് ഒപ്പിട്ട് ചെക്ക് കൊടുക്കുന്നതല്ലാണ്ട് ഈ ചെക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഇദ്ദേഹമാണ്. നമ്മളിന്ന് ഒരു ബുക്ക് കിട്ടുവാണെങ്കിൽ ഒപ്പിട്ട് വാങ്ങിച്ചു വെക്കും അങ്ങനെ. എന്നിട്ട് അവിടെ കമ്പനി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കമ്പനി സോളാർ അല്ലെങ്കിൽ വിൻഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു കമ്പനി അപ്പോഴാണ് ICMS എന്ന് പറഞ്ഞത്. അവിടെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തു. സെയിൽസ് ആയിരുന്നു എനിക്ക്. ഇതുപോലെ ടെക്നിക്കലും സെയിൽസും ഞാൻ നന്നായിട്ട് നോക്കി. എല്ലാം ഇതിനെപ്പറ്റി എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കോഴ്സ് ചെയ്തു. ഈ പറഞ്ഞ പണം അയാൾ പിടിച്ചെടുത്തോ ശമ്പളത്തിൽ നിന്ന്? ഇല്ല ഇല്ല, എനിക്ക് ശമ്പളം പ്രശ്നം തീർന്നു. അവിടെ ചെന്നു. അപ്പം ഞാനും വിചാരിച്ചു എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. എനിക്ക് നോർമലി ഒരു 15,000 രൂപ 20 എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്ത് പോയിട്ടും 15 രൂപ. പക്ഷേ ഇയാൾ പിടിക്കുന്നില്ല. ഒരു പക്ഷേ 20 അല്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കാര്യം അവർക്ക് ആരും ഇല്ല. എൻ്റെ മോനും ഈ പറയുന്ന അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ആരും ഇല്ല. ഞാൻ ഈ പറയുന്ന അവരുടെ കൂടെ താമസിച്ചു. ബിജു രാധാകൃഷ്ണന്, നിതീഷ്, പിന്നെ ശാന്ത, അങ്ങനെ കുറെ സ്റ്റാഫുകളെല്ലാം കൂടെ ഒരുമിച്ചാണ് ഒരുമിച്ച് ഒറ്റ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നെ എപ്പോഴാണ് കേരള സർക്കാരിന്റെ മുമ്പിൽ സോളാർ പ്രപ്പോസലുമായിട്ട് ഏത് രീതിയിലാണ് എത്തുന്നത്? ഈ കോയമ്പത്തൂർ വന്നു. കോയമ്പത്തൂർ ഇഷ്യൂസ് ആയി. അതിനെപ്പറ്റി പറയണ്ടല്ലോ, അതൊക്കെ പേപ്പറിൽ വന്നാണ്. കോയമ്പത്തൂർ ഇഷ്യൂസ് ആയി ട്രിവാൻഡ്രത്ത് വന്നു. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞിട്ട് ഫിറോസ് അപ്പം ട്രിവാൻഡ്രത്ത് വന്ന് IPRDയിൽ വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് സ്ഥലമാറ്റം വാങ്ങിച്ചു വന്നു. അങ്ങനെ ഇവിടെ വെച്ച് അവർ ഭയങ്കര കമ്പനിയായി. സലിം കബീറുമായിട്ട് ചേർന്ന് കുറേ ബിസിനസ് ബാങ്കിൻ്റെ. ഇയാൾ ADB കൺസൾട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ പെട്ടിരിക്കുകയാണ്, കൺസീവ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ബെഡ് റെസ്റ്റ് ആണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. കാര്യം അവർ ഭയങ്കര ADBയുടെ ആൾക്കാരൊക്കെ ആണെന്നുള്ള എന്നോട് പറയണം. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തതിലാണ് സലിം കബീർ കൊടുത്ത കേസിനകത്ത് ഫസ്റ്റ് അകത്ത് പോകുന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചു ഇയാളുടെ കൂടെ പോകുന്നില്ല. അത് കാരണം അയാൾ എന്നെ ജാമ്യത്തിൽ ഇറക്കാതെ 6 മാസം അവിടെ ഇട്ടിരുന്നു. അമ്മയുടെ പൈസ ഇല്ലല്ലോ. അമ്മയുടെ അവിടെ പ്രസവിക്കേണ്ടി വന്നു. അവിടെ പ്രസവിച്ച് 3 മാസം ആവുന്നിടം വരെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്തു. പിന്നെ അമ്മ കൈയും കാലും പിടിച്ചിട്ടാണ് അയാൾ എന്നെ ജാമ്യത്തിൽ ഇറക്കിയത്. അങ്ങനെ രണ്ടാമതും ഇയാളുടെ കൂടെ ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നത്. അങ്ങനെ പക്ഷേ വന്നപ്പോൾ ഇയാൾ പറഞ്ഞത് ഇനി കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പുതിയൊരു കമ്പനിയാണ്, സോളാർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ഫീൽഡാണ്. എങ്ങനെയും ജീവിച്ചു പോകാൻ. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വട്ടപൂജ്യമാണല്ലോ. ആ കൂടെ അമ്മയുടെ 10,000 രൂപ പെൻഷൻ ആ ബേസിൽ വെച്ച് തുടങ്ങിയ കമ്പനിയാണത്. അമ്മ NSS കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ NSS സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അമ്മ പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം 2 വർഷത്തോളം ഇരുന്നു കണ്ണൂര്. പിന്നെ അച്ഛന്റെ പെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ കമ്പനിയിൽ നിന്നാണോ സോളാർ? ഇതാണ് വെസ്റ്റ് വിൻഡ് കോർപ്പറേറ്റ്സ് ആണ് ആദ്യം തുടങ്ങുന്നത്. അതെ, ഈ പ്രപ്പോസലുമായിട്ട് നേരിട്ട് പോയത് സോളാർ ഇത് തുടങ്ങിയപ്പം ഗണേഷ് കുമാർ ആണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നത്. CMന്റെ അപ്പോയിന്റ്മെന്റ് അടുത്താണ് പോകുന്നത്. CM ഈ പ്രപ്പോസൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള പ്രോജക്ട്സ് ആണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. പ്രോജക്റ്റിന്റെ ഫീസിബിലിറ്റി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ആര്യയുടെ മുഹമ്മദ് സാറിനെ ഫോൺ ചെയ്ത് പറഞ്ഞു ഇതുപോലെ ഇന്ന ആൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ആര്യയുടെ മുഹമ്മദ് സാറിന് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നേരിട്ട് സംസാരിക്കാനുള്ളൊരു ഇതായിട്ടില്ല. ഇന്ന ആൾ വരുന്നുണ്ട്, വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആര്യയുടെ മുഹമ്മദ് സാറുമായിട്ട് പോകുന്നത്. ആ സമയത്ത് വിൻഡ് പവർ പ്രോജക്ട്സ് ഇടുക്കിയിലെ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുമായിട്ട് സംസാരിച്ചപ്പം ഫ്രണ്ട് ലൈനിൽ പോകാൻ പറഞ്ഞു. അല്ല, അപ്പൊ ആദ്യം കൊടുത്തത് ചെറിയ പ്രപ്പോസൽ ആയിരുന്നു. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതായിരുന്നു. വലിയ സ്കെയിലിൽ പോകാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറാണ്. വലിയ സ്കെയിലിൽ പോകാൻ പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ മെഗാ പവർ പ്രോജക്ട്. അതായത് അതിന്റെ ബേസ് ഞാൻ പറയാം. കുരുവിള എന്ന് പറയുന്ന ഒരു സോളാറിന്റെ വേറൊരു ബിസിനസ്സിൽ പെട്ട ഒരു സോളാർ കുരുവിള. പിന്നെ ബാംഗ്ലൂർ പ്രോജക്ട് തട്ടിയെടുത്താണെന്ന് പരാതി പറഞ്ഞു. അത് ഒരു ഭാഗികമായി പറഞ്ഞാൽ അതിലൊരു ശരിയുണ്ട്. അത് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം പുള്ളി കൊടുത്ത ഒരു പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ് ഈ മെഗാ പവർ പ്രോജക്ട്. ഈ DPR കൊണ്ട് കൊടുത്തു. ഈ കുരുവിള CMനാണ് കൊണ്ട് കൊടുക്കുന്നത് ആദ്യം ഈ പ്രോജക്റ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കുറെയൊക്കെ ശരിയാണ്. കുരുവിള കൊടുത്ത പ്രോജക്റ്റിലെ ഒരു ഭാഗം എടുത്തിട്ട് സരിതയോട് നടത്താൻ പറഞ്ഞു. അപ്പൊ പുള്ളി കൊടുത്ത പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ 10,000 കോടിയോളം ചെലവ് വരുന്ന ഒരു വമ്പൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലബ് ചെയ്ത പ്രോജക്ട്സ് ആണ്. അതായത് സോളാർ ശരിക്കും പറഞ്ഞാൽ റോഡ് സ്റ്റഡ്സ് തൊട്ട്
മെഗാ പവർ പ്രോജക്റ്റ് വരെയുള്ള പ്രോജക്ട്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ടോട്ടൽ അതായത് കേരളത്തിൽ ഒരു 100 വർഷക്കാലത്തേക്ക് ഇലക്ട്രിക്കൽ ഡെഫിഷ്യൻസി വരാത്ത തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് പുള്ളി. വലിയ പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റാണ്. പക്ഷെ അത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം മെട്രോയെക്കാളും 4 ഇരട്ടി 5 ഇരട്ടി ചെലവിലുള്ള വരുന്ന ഒരു പ്രോജക്ട് കോസ്റ്റ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. മെഗാ പവർ പ്രോജക്റ്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞു. മെഗാ പവർ പ്രോജക്ട് അത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അതെ, ഇതാണ് ഈ സോളാർ വിവാദം ഉണ്ടായതിന്റെ മർമ്മം ആയ ആശയം സംഭാവന ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അത് ഞാൻ കമ്മീഷനിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മള് പറഞ്ഞതാ കാര്യം. പുള്ളി ഇത് നല്ലതാണെന്ന് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പവർ പ്രോജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ പക്ഷേ കേരളത്തിൽ ഇത് വന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡാംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയ ഉണ്ട്. എന്ന് വെച്ചാൽ പിന്നെ സോളാർ റേഡിയേഷനുള്ള ഏരിയാസ് ഉണ്ട്, ഹൈ റേഞ്ച് വിട്ടാൽ പോലും. അപ്പം അങ്ങനെ പിന്നെ 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയയിൽ അതൊക്കെ കുറെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഇതിനോട് അലൈൻ ചെയ്ത് ഈ ചർച്ചകളോട് അലൈൻ ചെയ്ത് വന്ന കുറെ പ്രോജക്ട്സ്. ഈ പ്രോജക്റ്റിൽ പങ്കാളിയാവാം എന്നൊക്കെയുള്ള വാഗ്ദാനം മുഖ്യമന്ത്രി വെച്ചു എന്ന് പറയുന്നു. അതൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത്? ഇതൊക്കെ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ 2-3 ഇത് മുഖ്യമന്ത്രി കൂടി മുഖ്യമന്ത്രിക്ക് ലാഭവിഹിതം കിട്ടുന്ന കമ്പനിയാക്കി ഇത് മാറ്റാൻ. ഒരു കാര്യം ഞാൻ സാറിനോട് പറയട്ടെ, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന പോലെയാണ് ഡെയിലി ഇതിന്റെ ടോക്ക് നടന്നുകൊണ്ടിരുന്നത്. അതാണ് ഇത്രയും തവണ ഇത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. ജയിലിന് മുമ്പുള്ള കോഴ്സ് നിങ്ങൾക്ക് നോക്കി അറിയാം. ഒരു ശരിക്കും പറഞ്ഞ ഒരു ദിവസം ഏവരുമായിട്ട് സംസാരിക്കാതെ, ഒരു 10 തവണയെങ്കിലും സംസാരിക്കാത്ത ഒരു ദിവസം എൻ്റെ ലൈഫിൽ പോയിട്ടില്ല. അത് നിങ്ങൾക്ക് നോക്കിയാലേ അറിയാം. അപ്പോൾ ഇത് പിന്നെ ചിലപ്പം സാറിനന്ന് ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഒന്നുകിൽ ജോബിൻ്റെയോ അല്ലെങ്കിൽ ജിക്കുവിൻ്റെ അല്ലെങ്കിൽ ക്ലിഫോസിലെ ലാൻഡ് ലൈനിൽ നിന്ന് സാറിനെ കണക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. പക്ഷേ ക്ലിഫോസിലെ ലാൻഡ് ലൈനിൽ പിന്നെ പേഴ്സണൽ നമ്പറിൽ. അപ്പോൾ ഇത് തുടക്കം മുതൽ ഇതിൽ കൺസീവ് ചെയ്ത ദശ മുതൽ മുഖ്യമന്ത്രിക്ക് ലാഭവിഹിതം പോകുമെന്ന നിലയ്ക്കാണ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, കാര്യം ഇതൊരു ബിസിനസ് ആയിട്ട്, സെപ്പറേറ്റ് ബിസിനസ് ആയിട്ട് ഇത് കാണാനുള്ള ഒരു ഇത് സാറ് ഇൻട്രസ്റ്റ് എടുത്തിരുന്നു. ആ ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട്. നമ്മളും ഒരു ബിസിനസ് പേഴ്സണാലിറ്റിയാണ്, താല്പര്യമുണ്ട്. അപ്പൊ ഇത്രയും നല്ല പ്രോജക്റ്റ്, അപ്പൊ സാറിന്റെ ഒക്കെ ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ഒരു ബിസിനസ് മൈൻഡ്, ഒരു എന്റർപ്രണർ, ഒരു സാധാരണ ചായക്കടക്കാർ ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ പോലും എന്തായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും 10 ഇരട്ടി ഉണ്ടാക്കണം എന്നുള്ള. അപ്പോൾ ഈ ഒരുപാട് പേരുടെ പണം വാങ്ങിയല്ലോ, അതിന്റെ പ്രേരണ വന്നത് ആ പദ്ധതി ആ രീതിയിൽ വിന്യസിക്കാനുള്ള ഐഡിയ വന്നതും ഇൻവെസ്റ്റേഴ്സിനെ ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാൻ സാറ് പറഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ സാർ സെലക്ട് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ആണോ? അല്ല, സാറ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ്, ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത്, നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ ചിലരെ ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ ശ്രീധരൻ നായരെ പോലുള്ളവരെ മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു. ഈ വിഷയത്തിനകത്ത് ഫസ്റ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് മലയാളി ശ്രീധരൻ നായരാണ്. അത് മുഖ്യമന്ത്രിയിലൂടെ തന്നെ മുഖ്യമന്ത്രി കാര്യം ഫസ്റ്റ് ഇൻവെസ്റ്റർ എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ മലയാളി ശ്രീധരൻ നായർക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ കൺഫർമേഷൻ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷൻ വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു ശ്രീധരൻ നായർ. ഇനിയിപ്പോ ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിപ്പെട്ടു. ഇപ്പോൾ ആ സങ്കല്പം വന്ന മുഖ്യമന്ത്രിയിൽ നിന്നാണ്, നിക്ഷേപകരെ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഇതുവരെ അത് ചോദിച്ചിട്ടില്ല. ഇത് ഒരു പൊതുപരിപാടി ആയതുകൊണ്ടും ഞാനൊരു പുരുഷൻ എന്ന നിലയ്ക്കും അത് ചോദിച്ചിട്ടില്ല. എവിടെ വെച്ചാണ് മറ്റു രീതിയിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഉള്ള ചൂഷണം ഈ പരിപാടിയിൽ ഇവർ ആരംഭിച്ചത്? അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സിഎമ്മിന്റെ ഭാഗത്തു നിന്നുള്ളതാണോ അതോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ളതാണോ? അല്ല, ആരോപണ വിധേയരായുള്ള ആളുകൾ ശരിക്കും ഇതുമായിട്ട് ആരെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പോയിട്ടുണ്ടോ? അത് അവരിൽ നിന്നെല്ലാം, എല്ലാവരിൽ നിന്നും ഞാൻ പറയുന്നില്ല, വളരെ മാന്യമായി ഇടപെട്ടവരുണ്ട്. കെ സി ജോസഫ് സാറൊക്കെ മാന്യമായിട്ട് തന്നെയാണ്, എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കെ സി ജോസഫ് സാറ്, രമേശ് ചെന്നിത്തല മാന്യമായിട്ട് ഇടപെട്ടിട്ടുള്ളതാണ്. പിന്നെ രമേശ് ചെന്നിത്തല സാറിനെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഇവരൊക്കെ നേരിട്ട് കാണാതെ കണ്ടേ പറ്റൂ എന്നാലേ സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരൊക്കെ, വേന്ദ്രന്മാരൊക്കെ ഈ കൂട്ടത്തിനകത്തുണ്ട്. അവര് മുഴുവൻ രാഷ്ട്രീയക്കാരാണോ? മുഴുവൻ രാഷ്ട്രീയക്കാരാണ്. മിക്കവരും ജനപ്രതിനിധികൾ തന്നെയാണ്. അല്ലാത്തവര് ജനപ്രതിനിധികളല്ല, പക്ഷെ ഏകദേശം പാർട്ടിക്കകത്ത് നല്ലൊരു സ്ഥാനം വഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പോൾ ഈ പദ്ധതി വന്നു, ഒരു ചെറിയൊരു പദ്ധതി വന്നു, അതൊരു വൻ പദ്ധതിയാക്കി മാറ്റി, നിക്ഷേപകരെ കൊണ്ടുവരാൻ പറഞ്ഞു, വിഹിതം ചോദിച്ചു, അതൊക്കെ സിഎമ്മുമായിട്ട് ലൈംഗിക ചൂഷണവും നടത്തി. അതെ, ഇതൊക്കെ സിഎമ്മുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ മെഗാ പവർ പ്രോജക്ട്സ്, ബിസിനസ് ലൈൻ. സരിതയ്ക്ക്
ഇതിൽ തെറ്റുകൾ പറ്റിയിട്ടില്ലേ? മറ്റുള്ളവരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ ഒരിക്കലും അല്ല. ഇതിനകത്ത് എൻ്റെ പാർട്ട് ഞാൻ പറയാം. ഞാൻ അനലൈസ് ചെയ്ത എൻ്റെ തെറ്റുകൾ പാർട്ട് എന്ന് പറയുമ്പോൾ എന്ത് തെറ്റാണ് ഇതിനകത്തെ തെറ്റുകൾ ഞാൻ പറയാം. ഒന്ന്, ആൾക്കാരെ അന്ധമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളത് സ്വാഭാവികമായുള്ള. രണ്ടാമത്, ഒരു കാര്യം എളുപ്പ വഴിയിൽ സാധിക്കാൻ ശ്രമിക്കുക. ഇന്നിപ്പം 4 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യം 4 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക എന്നുള്ള അതൊരു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള മെന്റാലിറ്റിയാണ് മൊത്തം ഈ സമൂഹത്തിനുള്ളത്. ഒരു വലിയ പാഠമാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമുക്ക് ചിലപ്പം നമ്മുടെ മാനം നഷ്ടപ്പെടാം, നമ്മുടെ പണം നഷ്ടപ്പെടാം. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ ഈ ചൂഷണം ചെയ്തവരാരും തന്നെ കൂടെ കാണത്തില്ല. അപ്പൊ കൈക്കൂലി കൊടുക്കാനും അല്ലെങ്കിൽ ഇതിന്റെ വിഹിതം കൊടുക്കാനും മറ്റു തരത്തിലുള്ള ചൂഷണത്തിന് വിധേയയാവാനും സരിത തയ്യാറായി? ഇല്ല, അങ്ങനെയല്ല. ചില സാഹചര്യങ്ങൾ, അതായത് എൻ്റെ ഫാമിലി, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ പറയാം. നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഉണ്ടല്ലോ, നമ്മൾ അത് പറയേണ്ടവരോട് മാത്രമേ തുറന്നു പറയാവുള്ളൂ. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ നമ്മളുടെ ഉറ്റ സുഹൃത്തുക്കളായിക്കോട്ടെ. പക്ഷേ അത് ലേഡി ആണെങ്കിലും ജെൻ്റ് ആണെങ്കിലും പല വിധത്തിലാണ് ഇപ്പം നടക്കുന്നത്. നമ്മളുടെ വീട്ടിനകത്ത് നമുക്ക് വരുന്ന നമ്മൾ ഒറ്റയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് കണ്ടാൽ കഴിയുമെങ്കിൽ പറയാതിരിക്കുക. ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുക. കാര്യം അത് പറയുന്നവർ അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ ആയിരിക്കണം. റൈറ്റ് പേഴ്സൺസിനോടല്ലാതെ പറഞ്ഞാൽ അവർ നമ്മളുടെ ആ നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞാൽ എവർക്ക് ഇങ്ങനെ സംഭവിച്ചാലും കൂടിപ്പോയ ആരോട് പറയും എന്നുള്ളൊരു, അല്ലെ തന്നെ ഇവള് പറഞ്ഞാൽ അയാളോടല്ലേ പറയുന്നത്, അയാളെ ടാക്കിൾ ചെയ്താൽ നമുക്കെന്താ, അങ്ങനെ ഒരു ചിന്ത വന്നാൽ അയാൾ ഈ പറയാൻ പോകുന്ന വ്യക്തി പൈസയ്ക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ വീക്ക് പോയിന്റ്സ് ഉള്ള ആളാണെങ്കിൽ അതുപോലെ അവരെ സ്വാധീനിക്കാൻ എന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്സ് മൊത്തം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു കാലത്തും സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അവരെ കുറിച്ചുള്ള അല്ല ഇവര് പോലും ഈ രാഷ്ട്രീയക്കാരെ പോലും ഈ പറയുന്ന ആൾക്കാരിൽ ഒരു ഗ്യാങ് പിന്നെ ഉണ്ട്. അതായത് അവരുടെ PA-മാരെ വെച്ചിട്ടാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ചെല്ലുന്നു, വളരെ മാന്യമായി വെള്ളവസ്ത്രത്തിനകത്തിരുന്ന് സംസാരിക്കും. നമ്മൾ ഇറങ്ങി പോകുമ്പം വളരെ അന്തസ്സായിട്ട് പറയും, PA-യുടെ നമ്പർ ഒന്ന് കൊടുത്തേക്കും, എന്തെങ്കിലും ഇതിൻ്റെ ആകുവാണെങ്കിൽ വിളിച്ചറിയിക്കാമല്ലോ, വളരെ സന്തോഷം. എന്ത് കോടിയിലായിട്ട് ഇടപെട്ടു, എന്ത് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ അതിൽ പോസിറ്റീവായിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ കൊടുത്തിട്ട് പോകുന്ന നമ്പറിൽ പിന്നെ കോള് വരുന്നു, കണക്ട് ചെയ്ത് ആദ്യത്തെ 2-3 ദിവസം കുഴപ്പമില്ല. PA കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം മേലിലിരിക്കുന്ന ആൾ വളരെ മാന്യമായി സംസാരിക്കും, നമുക്ക് വിശ്വാസക്കുറവൊന്നുമില്ല, വളരെ ഇതായിരിക്കും. ചിലപ്പം കൊച്ചി വഴി യാത്ര ചെയ്യുമ്പോൾ അതായത് നിങ്ങളെ ഓർത്തു എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ഇവരെ എന്ത് ചെയ്യുന്നു, വളരെ ഹാപ്പിയായിട്ട് സാർ ഇത്രയും വലിയ തിരക്കിനിടയ്ക്ക് നമ്മളെ ആലോചിച്ചു എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മനസ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ ചെലന്തി വലയ്ക്കാത്ത പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവിടെ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ എൻഡ് ചെയ്യുന്നത് 3-ാമത്തെ 4-ാമത്തെ ആൾക്കാരുടെ കയ്യിലായിരിക്കും ഈ നമ്പർ. അതെ, അവരുടെ ഫ്രണ്ട്സിന് കൊടുത്തു. പിന്നെ എവിടെ നിന്നൊക്കെ വിളി വരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ കോൾസ് നോക്കിയാൽ അറിയാം. ഒരു മന്ത്രി വിളിച്ചു കഴിഞ്ഞ് 15 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അടുത്ത മന്ത്രി വിളിക്കും. ഫ്രണ്ട്സാണ്. രാത്രിയിലത്തെ കോൾസ് മാത്രം നോക്കും. നിങ്ങൾ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കും. ഇതാണ് ഇതിൽ വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്നത്. കാര്യം എൻ്റെ സാഹചര്യം പബ്ലിക്കായി അവരുടെ ഇടയിൽ. എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബിജു രാധാകൃഷ്ണൻ പോയി അബ്സ്കോണ്ട് ചെയ്തു. ഈ കമ്പനി കുറച്ച് പ്രശ്നത്തിലാണ്. സാമ്പത്തികമായി അവർക്ക് പരാധീനതകളുണ്ട്. ഇവളുടെ പ്രശ്നം ചിലപ്പോൾ നിയമപരമായ പരീക്ഷ അല്ലെങ്കിൽ ഒരു സ്വാധീനമില്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിനു വേണ്ടി അവൾ എങ്ങനെ വേണമെങ്കിലും ഇവളെ ചൂഷണം ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷൻ ഒരുപക്ഷെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. ഇവരെ ഡിപ്പെൻഡ് ചെയ്ത സമയത്ത്, ഇവരെ വിശ്വസിച്ച സമയത്ത് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഫാമിലിയിൽ ഇത് സംഭവിച്ചു, അല്ലെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എനിക്ക് ഇങ്ങനെ ഡ്രോബാക്സ് ഉണ്ട്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ എക്സ്പോസ് ചെയ്യുമ്പം ഞാൻ എന്താണെന്ന്, എന്തൊക്കെ വെപ്പൺസ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആർക്ക് വേണമെങ്കിലും എന്നെ ആക്രമിച്ചൂടെ. അപ്പം ഞാൻ തന്നെ വാതിൽ തുറന്നിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി, അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ ലൈഫ്. പിന്നെ ഇപ്പം എന്നെ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റി. ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഞാൻ 1000 വട്ടം, പണ്ടൊക്കെ 1000 വട്ടം ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പം എന്നെ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും എൻ്റെ അനുഭവം കൊണ്ട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എന്ത് വിഷയം വന്നാലും ഞാനൊരു 100 പേരുമായിട്ടെങ്കിലും കൂടി ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫാമിലിയിലാണെങ്കിൽ പോലും
അവരുടെ എനിക്ക് വിശ്വാസമുള്ളവരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുക്കാതെ ഞാൻ ഒരു ചുവട് മുമ്പോട്ട് വെക്കും. ഇനി സരിതയ്ക്ക് എന്താണ് വേണ്ടത്? ഈ കേസ് ടോട്ടാലിറ്റിയിൽ അന്വേഷിച്ചില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ ഉയർത്തുന്നു. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് CBI അന്വേഷിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ വേറെ ഒരിടത്തും നീതി കിട്ടാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയത്. നമുക്ക് വേണമെങ്കിൽ DGPക്ക് ഒരു പെറ്റീഷൻ കൊടുക്കാം. പക്ഷേ അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുകയല്ല. അദ്ദേഹത്തിന് ഇതിന് 100 സംസ്ഥാനത്തെ പല വകുപ്പുകളിൽ നിന്ന് നിർദ്ദേശം തേടേണ്ടി വരും. സ്വാഭാവികമായും ഇവർ ഭരണത്തിലിരിക്കെ അതിന് ഒരു ആൻസർ കിട്ടണം എന്നില്ല. അദ്ദേഹത്തിന് അതിന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. അപ്പോഴും എൻ്റെ കാലം ഇങ്ങനെ മുമ്പോട്ട് പോകും. ഞാൻ പല കേസുകളും ഇനിയിപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടുകൾ നിരവധി വരാനിരിക്കുന്നു. അതായത് ഇലക്ഷനോട് അടുപ്പിക്കുമ്പോൾ ഒരു അരുവിക്കര ഇലക്ഷൻ്റെ സംഭവം അറിയാം. അരുവിക്കര ഇലക്ഷനോട് അടുപ്പിച്ചാണ് N ബാബുരാജിൻ്റെ ഷെഡ്യൂൾഡ് 420 കേസാണ്. കൊലപാതക കേസല്ല, ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു ട്രയൽ വെച്ചു. മേജറായിട്ടുള്ള പ്രതികൾ സാക്ഷികളെ പോലും ഒമിറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രയൽ, സ്പീഡ് ട്രയൽ. എന്തിനു വേണ്ടിയായിരുന്നു അത്? അരുവിക്കര ഇലക്ഷന് 2 ദിവസം മുമ്പാണ് അതിൻ്റെ വിധി വന്നത്. അതിൻ്റെ അന്ന് വൈകുന്നേരം എന്താണ് പത്രസമ്മേളനം നടത്തിയതെന്ന് ഓർമ്മയുണ്ടോ? സോളാർ കേസ്. ഈ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തികളെ ഈ സർക്കാർ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് ഏറ്റവും കൂടിയ ശിക്ഷ വാങ്ങിക്കൊടുത്തു. പബ്ലിസിറ്റി. എന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് പറയാണ്, അന്നത്തെ ഒരു സംഭാഷണം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. തമ്പാനൂർ രവിയോട് ഞാൻ അന്ന് ഈ പത്രസമ്മേളനം കണ്ടിട്ട് എൻ്റെ അമ്മ എന്നെ കരഞ്ഞു വിളിച്ച് പറയുന്നു, അയാളെ സംരക്ഷിച്ചിട്ട് അയാളുടെ വായിന്ന് ആരെയാണ് പറയണതെന്ന് ഊഹിച്ചോ? മുഖ്യമന്ത്രിയാണ് അമ്മ പറയുന്നത്, എൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അമ്മ വിഷമിച്ച് പറഞ്ഞത്, അമ്മ അത്ര പൊട്ടിത്തെറിച്ചത്. അയാളെ സംരക്ഷിച്ചിട്ട് അയാൾ തന്നെ പറയുന്നത് കേട്ടോ, അയാൾ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എനിക്കും വിഷമം ഉണ്ടാവും, ഇമോഷൻ ഉണ്ടാവും. അതെ, എൻ്റെ കസിൻ ബ്രദർ വിനു തമ്പാനൂർ രവിയെ വിളിച്ച് കംപ്ലൈൻറ്റ് പറയാണ് വിനുവിൻ്റെ ഫോണിൽ നിന്ന്. അതായത് സാർ ചേച്ചി വിഷമത്തിലാണ്, ഞാൻ സംസാരിക്കാൻ പോലും കൂട്ടാൻ എനിക്ക് അത്ര മനപ്രയാസം. വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ റെക്കോർഡിരിക്കുകയാണ്, വോയിസ് റെക്കോർഡർ. ഒരു പൊട്ടച്ചിരിയും, രാഷ്ട്രീയക്കാരുടെ പൊട്ടച്ചിരി, അതൊന്നും ഞാൻ മറക്കൂല. അപ്പം അന്ന് അരുവിക്കര ഇലക്ഷനിൽ കാണിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പുതിയ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പെരുമ്പാവൂർ. ഇതും ഷെഡ്യൂൾഡ് ആണ്. എന്താണെന്നറിയോ? ഇലക്ഷന് 2 ദിവസം മുമ്പ് വരെ ഷെഡ്യൂൾഡ് തീരുന്നുള്ളൂ. വിധി പറയാൻ 17-ാം തീയതിയാണ് വെച്ചേക്കുന്നത്. അല്ല, 14-ാം തീയതി വെച്ചേക്കുക, 16-ാം തീയതി. ഞാൻ ഈ പ്രാവശ്യം അത് അനുവദിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഇലക്ഷൻ കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, എനിക്ക് പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഇലക്ഷനോടനുബന്ധിച്ച് അത് അങ്ങനെ ഒരു ഇത് അവർക്ക് ഒരു ഇമേജ് വന്നാൽ വിശ്വസിക്കില്ല, അത് വേറെ വിഷയം. കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ പൊതു അന്വേഷണത്തിലേക്ക് പോകണം. അതെ, പൊതു അന്വേഷണം വേണം. എന്റെ കേസുകൾ ക്ലബ് ചെയ്ത് അന്വേഷിക്കണം. ആ കാര്യം എല്ലാ കേസുകളും ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഇന്റർലിങ്ക്ഡ് ആണ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഗൂഢാലോചനയും പുറത്തു വരണം. തീർച്ചയായിട്ടും. അത് ജയിലിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ളത് തൊട്ടായിക്കോട്ടെ, ഞാൻ അതിനെ ഒരു കാരണവശാലും അതിനെ ഓപ്പോസ് ചെയ്യില്ല. സരിത, ഇതൊക്കെ പറഞ്ഞാലും എവിടെയെങ്കിലും ഇരുന്ന് ഒരുപാട് പേര് അവരുടെ അറിവ് കുറവ് കൊണ്ടായിരിക്കാം, അവരുടെ എക്സ്പോഷർ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വികാരം കൊണ്ടായിരിക്കാം വിചാരിക്കുന്നുണ്ടാവും, ഈ സ്ത്രീ ഞങ്ങളുടെ നേതാവിനെ അവഹേളിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്ന്, ബാറുകാരുടെ കയ്യിൽ നിന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കാശും വാങ്ങി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ സരിത? ഒന്നേ പറയാനുള്ളൂ, ഞാൻ 1 രൂപ പോലും ഇതിൻ്റെ പേര് വാങ്ങിച്ചിട്ടില്ല. രണ്ടാമത്, ഞാൻ സ്വകാര്യമാണ് എന്ന് വിശ്വസിച്ച് ഞാൻ പുറത്ത് വിടണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തത് ഈ ലെറ്ററിൻ്റെ ബേസിൽ. ഇന്നും ആ കേസ് ബിഫോർ ദ കോർട്ട് സ്റ്റേ എന്നുള്ള രീതിയിൽ പെൻഡിങ് ആണ്. ഞാൻ എൻ്റെ കൈകൊണ്ട് ഈ ലെറ്റർ പുറത്തു കൊടുക്കുകയോ ഒരാളോട് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് വിളിക്കുകയോ, എനിക്ക് സുഹൃത്തുക്കളില്ല എന്നൊന്നും പറയുന്നില്ല, പ്രതിപക്ഷത്ത് ഉള്ളവരുടെ അടുത്ത് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടായിരിക്കും. മറ്റു പാർട്ടിയിലുള്ളൊരു എന്നെ കൊല്ലാൻ കോൺഗ്രസ്സുകാർ പ്ലാൻ ചെയ്യുന്നു എന്നറിയുമ്പം മറ്റു പേര് ഞാൻ പക്ഷെ ആരും എന്നെ സഹായിച്ചിട്ടില്ല. ഞാൻ തുറന്നു പറയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരോ ഒരു BJPക്കാരോ ഒരു കോൺഗ്രസ്സുകാർ വെളുക്കച്ചിരിച്ച് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്നുള്ളതെങ്കിലും പറയാം. പക്ഷേ ഈ പറയുന്ന ആരും തന്നെ ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മേളിലിരിക്കുന്ന ദൈവവും പിന്നെ ഈ കൂടെ നടക്കുന്ന എൻ്റെ ബന്ധുക്കളും എൻ്റെ സഹോദരന്മാരും എൻ്റെ അമ്മയും അച്ഛനും കൊച്ചന്മാരും കുഞ്ഞന്മാരും ഇങ്ങനെയൊക്കെയുള്ളവരുടെ മോറൽ സപ്പോർട്ടും മാത്രം. ഇന്നും ഞാൻ അതിൽ മുമ്പോട്ട് പോകുന്നു. എൻ്റെ പ്രത്യാശ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് പിള്ളേരുടെ കൂടെ സമാധാനമായി ജീവിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് ഈ പറയുന്ന ആൾക്കാരുടെ, നിങ്ങളുടെ നേതാവിനെ ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ നേതാവ് കാണിച്ച ഒരു
വ്യത്യസ്തമായ ഒരു മുഖം. അത് എനിക്ക് വന്ന അനുഭവമാണ് പറഞ്ഞത്. ഒരുപക്ഷെ നേതാവ് മറ്റുള്ളവരോട് കാണിച്ചു എന്ന് പറയാൻ ഞാൻ ആളല്ല, അത് അവർക്കേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് വന്ന എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ സത്യമാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് സോളർ കമ്മീഷനിൽ പറയാമായിരുന്നു, കുറച്ചുകൂടെ മൈലേജ് കിട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അയാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ടാർണിഷ് എന്ന് പറയുന്ന ഒരു ഇത് എൻ്റെ സിറ്റുവേഷനായിരുന്നില്ല. ഇത് എനിക്ക് എൻ്റെ ലെറ്റർ പുറത്തു വന്ന സാഹചര്യത്തിൽ അത് എൻ്റെതല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം, ഞാൻ ഭാവിയിൽ എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്ന ലെറ്റർ ഞാൻ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ മുമ്പിലോ ഏതെങ്കിലും ഒരു വിശ്വാസമുള്ള ഏജൻസിയുടെ മുമ്പിലോ കൊടുക്കേണ്ടി വന്നാൽ, അന്വേഷണത്തിനായോ മറ്റു കാര്യങ്ങൾക്കോ ആയിട്ടോ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിർബന്ധപൂർവ്വം ഉണ്ടായാൽ, അന്ന് നിങ്ങൾ ഈ ലെറ്ററിൻ്റെ കോപ്പി പുറത്തു വന്നപ്പോൾ ഡിസോൺ ചെയ്തു എന്ന് പറഞ്ഞ് ഈ ഇട്ട വെള്ളക്കുപ്പായക്കാർ തന്നെ വെപ്പണുമായിട്ട് പുറത്തു വരും, ആയുധവുമായിട്ട്. അവരുടെ ആയുധം അന്ന് ഞാൻ നിഷേധിച്ച ഈ നിഷേധമായിരിക്കും. സത്യമല്ലേ? അതിന് ഞാൻ തയ്യാറല്ല എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനാണ് എനിക്ക്. എൻ്റെ കൂടെ നിന്നവർ എന്നെ ഉപദേശിച്ചതാണ്. എന്ത് വന്നാലും ഇനി അവരെ രക്ഷപ്പെടുത്തേണ്ട യാതൊരു ബാധ്യത എനിക്കില്ല. ഞാൻ രക്ഷപ്പെടുത്തിയതാണ്. ഞാൻ ഏകദേശം ഒരു കാര്യം ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുയായികളായാലും അല്ലെങ്കിൽ അവരുടെ ആ പറഞ്ഞ നേതാവിനെ ടാർണിഷ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരോട് ഞാൻ ഒരൊറ്റ കാര്യം പറയാണ്, വേണം എന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഉപരോധ സമയത്ത് പുറത്തിറക്കാമായിരുന്നു. ഈ ലെറ്റർ അന്ന് ACJM കോടതിയിലോ അല്ലെങ്കിൽ ഒരു മീഡിയയിലോ എത്തിക്കാൻ പറഞ്ഞാൽ മതി. അന്ന് ഞാൻ ചെയ്തില്ലല്ലോ. അങ്ങനെ ചെയ്തില്ല. ഒത്തുതീർപ്പ് ശ്രമം നടക്കുന്നത് കൊണ്ട് എന്റെ അമ്മയുടെ സത്യം പറയണേ, എന്റെ അമ്മയായിരുന്നു. അതെ, എന്റെ അമ്മ മധ്യസ്ഥതയ്ക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രദീപ് കുമാറിനെ ഒന്നുകൂടെ ഞാൻ ഒപ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം. പക്ഷെ എന്റെ അമ്മ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, ഞാൻ അവിടെ തോറ്റു. സരിതയ്ക്കെതിരെ ഉയർത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ പിതൃ തുല്യ പരാമർശം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എനിക്ക് അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞ അതും ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞാണ്. എന്താണ് അങ്ങനെ അല്ല, ഞാൻ പറയാം. പിതൃതുല്യനാണ്. ഇപ്പൊ ബിജു രാധാകൃഷ്ണൻ ഒരു CD അന്വേഷിച്ചു പോയി. ആ സമയത്താണ് ഞാനത് പറഞ്ഞത്. ബിജു രാധാകൃഷ്ണൻ CD അന്വേഷിച്ചു പോകുന്ന സമയത്ത് തമ്പാനൂർ രവിയുമായിട്ട് നല്ല റാപ്പ് വേണം. നിങ്ങൾക്ക് ആ സമയത്ത് ടോക്ക് അറിയാം. എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ ലെറ്റർ എടുത്തു മാറ്റൂന്ന് വരെ പറഞ്ഞ വ്യക്തിയാണ് തമ്പാനൂർ രവി. ലെറ്ററിനകത്ത് എന്തുണ്ടെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആര്? തമ്പാനൂർ രവിയും ബെന്നി ബഹനാൻ ഉൾപ്പെടെയുള്ളവർ. കോൺഗ്രസ്സിലെ ഒരു 20% പേർക്കും ആ ലെറ്ററിനകത്ത് കണ്ടന്റ് അറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി അതേ ഭയം തന്നെ ഫോൺ ചെയ്ത് വീട്ടിനകത്തിരിക്കുന്നതെല്ലാം മാറ്റാൻ പറഞ്ഞതാണ്. അപ്പം അന്ന് നല്ലൊരു റാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇവരെന്നോട് പറഞ്ഞു, പിന്നെ എങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ വേറെ വഴിയില്ല, ഞാൻ ഒന്നും മിണ്ടാതിരുന്നാൽ അത് ഓൺ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഞാൻ അത് ഡിസോൺ ചെയ്യുന്ന രീതിയിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നിടം വരെ ഞാൻ എൻ്റെ അച്ഛൻ്റെ തുല്യമായ ഒരു ഓവർവ്യൂവിൽ തന്നെ കണ്ടിരുന്ന ഒരു വ്യക്തി. അനുഭവത്തിന് ശേഷമാണ് പറഞ്ഞത്. അതാണ് അവർ പറഞ്ഞു തന്ന സെന്റൻസ് ആണ്. അവർ തന്നെയാണ് പറഞ്ഞത്. പിതൃതുല്യ പരാമർശം നടത്തിയത് ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഇവർ പറഞ്ഞു തന്നാണ്. അവരാണ് പറഞ്ഞത്. തമ്പാനൂർ രവി അതെ, പിതൃതുല്യനായ സ്ഥാനത്തിരിക്കുന്നവരെ ചേർത്ത് ഒന്നും പറയരുത്, അത് മോശമാണെന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, അന്ന് ബിജു രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയും പിന്നീട് കിട്ടാതെ പോവുകയും ചെയ്ത CD അങ്ങനെ ഒന്നും ഉണ്ടോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. കാര്യം ഞാനായിട്ട് അങ്ങനെ ഒരു CD എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് മറ്റുള്ള ഏതെങ്കിലും പറയാൻ പറ്റില്ല. കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം എൻ്റെ കൂടെ നിന്ന് ഡ്രൈവർമാര് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് സ്റ്റാഫ് എത്രത്തോളം റിലയബിൾ ആണെന്ന് എനിക്ക് ഇന്ന് ഒന്നും പറയാൻ പറ്റില്ല. അവരിലൂടെയോ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ പറയുന്ന CM കൂടെ നിന്നവർ പലരും ഇന്ന് CM-ന്റെ കൂടെ ഇല്ല. അവരിൽ പുറത്ത് അറിയപ്പെട്ടു പോയവരുണ്ട്, അറിയപ്പെടാതെ മാറിപ്പോയവർ ഇഷ്ടം പോലെ പേരുണ്ട്. അവർക്ക് ചെയ്തൂടെ? CM-ന്റെ നീക്കങ്ങൾ നോക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തൂടെ? ഞാൻ ആളല്ല, എനിക്ക് ആളല്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നാളെ സത്യസന്ധമായി പുറത്തു വരികയാണെങ്കിൽ, ഫേക്ക് വൺ അല്ല ഒറിജിനൽ വരികയാണെന്നുണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാൻ ആർജവം എനിക്കുണ്ട്. കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് തന്നെ പറയും. സത്യമാണെന്ന് ഞാൻ പറഞ്ഞിരിക്കും. അതിനുള്ള ആർജവം ഞാൻ കാട്ടിയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും കാണുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അവരുടെ വേറൊരു മുഖം ചിലപ്പോൾ അറിയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അല്ലേ? നമ്മളുടെ ബന്ധുക്കളായിരിക്കാം, നമ്മൾ സുഹൃത്തുക്കളായിട്ട് ഭയങ്കരമായി നമ്മൾ വിശ്വസിച്ച് കൂടെ നടക്കുന്നവരായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം നമ്മളുടെ ഫ്രണ്ട് ലൈനിൽ വരുമ്പം 1 മിനിറ്റ് സാധാരണക്കാരെ പോലെ ചിന്തിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല.
പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എത്രയോ എന്നെ പോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പലരും ഇതിനകത്തുണ്ടാവും. മടി കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വലിച്ചു കീറപ്പെട്ടതുപോലെ ഇപ്പോൾ പറയുന്ന സരിതയെ പോലെ ആക്കും എന്നൊരാൾ പറഞ്ഞാൽ തീർന്നു. ഒരു പെണ്ണ് പേടിച്ചു പോകും. സത്യം, സരിതയെ പോലെ എന്നൊരു വാക്ക് യൂസ് ചെയ്താൽ മതി, അവിടെ അവസാനിക്കും. അതെ, അവരവസാനിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേട്ടയാടപ്പെട്ട് വെട്ടിച്ച് അവരുടെ കുടുംബം ചിലപ്പം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ധൈര്യത്തോടെ നടക്കുന്ന എല്ലാവരും എന്നെ പറയും തൻ്റെ ഇടിയാണ്, അവർക്കൊരു കുലുക്കമില്ല, അങ്ങനെ പറയുന്ന പല കമൻസ് ഞാൻ കേട്ടു. ഞാൻ എൻ്റെ ചെവികൊണ്ട് കേട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ സത്യത്തിൽ ഞാൻ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സൂയിസൈഡ് ചെയ്യും, എൻ്റെ കാലം അവസാനിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ തന്നെ സ്വയം എന്നെ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഇല്ലാതിരുന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സെക്കൻഡ് ചിന്തിച്ചിട്ടുണ്ട്, ഇത് അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. കൂടിപ്പോയാൽ 10 ദിവസം കഴിയും.